പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദി സാഹിത്യത്തിലെ കാലാതീതമായ കഥാകാരനായ പ്രേംചന്ദ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയെക്കുറിച്ചാണ്. ബൂഢി കാക്കി, വൃദ്ധയായ അമ്മായി. ഈ കഥ പ്രായമായവരുടെ പ്രശ്നങ്ങളെയും മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ബൂഢി കാക്കി എന്ന വൃദ്ധയ്ക്ക് തന്റെ ഭർത്താവിനെയും ഏക മകനെയും അകാലത്തിൽ നഷ്ടപ്പെട്ടു. ലോകത്ത് സ്വന്തമായി മറ്റാരുമില്ലാത്ത അവർ തന്റെ എല്ലാ സ്വത്തുക്കളും ജായദാദ് സമ്പത്ത് മരുമകന്റെ മകനായ ബുദ്ധിരാമിന് എഴുതിക്കൊടുത്തു. എന്നാൽ സ്വത്ത് സ്വന്തമായതിനുശേഷം ബുദ്ധിരാമും ഭാര്യ രൂപയും കാക്കിയെ ശ്രദ്ധിക്കാതെയായി. അവർ ഓരോ കാര്യത്തിനും കാക്കിയെ അപമാനിക്കുകയും നിസാരമായി കാണുകയും ചെയ്തു. അവർക്ക് വയറുനിറയെ ഭക്ഷണം പോലും നൽകിയിരുന്നില്ല. സ്നേഹബന്ധങ്ങൾക്ക് അടിസ്ഥാനം ദുർബലമാകുമ്പോൾ ആ ബന്ധങ്ങൾ തകരുക സ്വാഭാവികമാണ് എന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് കഥ മുന്നോട്ടു വയ്ക്കുന്നത്. ഈ കുടുംബത്തിൽ ലാഡ്ലി എന്ന കൊച്ചുകുട്ടി മാത്രമാണ് ആ പാവം വൃദ്ധയെ ശ്രദ്ധിക്കുകയും സ്നേഹത്തോടെ പരിചരിക്കുകയും ചെയ്യുന്നത്. മനുഷ്യത്വപരമായ കരുണയുടെയും വാത്സല്യത്തിന്റെയും പ്രാധാന്യം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് പ്രധാന കഥാസന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രേംചന്ദിന്റെ ഈ കഥ ബൂഢി കാക്കിയുടെ ദുരിത ജീവിതത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. കാക്കി വിധവയായിട്ട് 5 വർഷം കഴിഞ്ഞിരുന്നു. അവരുടെ യുവപുത്രന്റെ അകാല മരണശേഷം അവർ ഈ ലോകത്ത് ഒറ്റക്കായി. അവരുടെ ഏക ആശ്രയം ബുദ്ധിരാമായിരുന്നു. കാക്കി തന്റെ സകല സ്വത്തും ബുദ്ധിരാമിന് നൽകി. എന്നാൽ സ്വത്ത് കൈക്കലാക്കിയതോടെ ബുദ്ധിരാമിന്റെയും ഭാര്യ രൂപയുടെയും സ്നേഹമില്ലാതായി. അവർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കാക്കിയെ അവഗണിച്ചു. പൂർണ്ണമായ ആഹാരം നിഷേധിക്കപ്പെട്ട അവർ വിശപ്പുകൊണ്ട് കഷ്ടപ്പെട്ടു. കഥയിൽ ലാഡ്ലി എന്ന കൊച്ചുകുട്ടി മാത്രമാണ് ആ പാവമാത്മാവിനെ പരിചരിച്ചത്. ഈ കഥ മനുഷ്യന്റെ അത്യാഗ്രഹം, ലാൽച്ച്, അതിരുകളില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കഥയെ ആസ്പദമാക്കി ഗുൽസാർ ഒരു സംവേദനക്ഷമവും ഹൃദയസ്പർശിയുമായ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ കഥ രചിച്ചത് പ്രേംചന്ദും ഇതിന്റെ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തത് ഗുൽസാരുമാണ്. പ്രേംചന്ദ്. യഥാർത്ഥ നാമം ധനപത് റായ് ശ്രീവാസ്തവ. സ്ഥാനം ഹിന്ദിയിലെ ഏറ്റവും മഹാനായ കഥാകാരൻ. പ്രത്യേകത: അദ്ദേഹം ഒരു വശത്ത് കർഷക ജീവിതത്തെ വിശദമായി ചിത്രീകരിക്കുകയും മറുവശത്ത് സമൂഹത്തിൽ വളരുന്നതും നശിക്കുന്നതുമായ ശക്തികളെ തിരിച്ചറിയുകയും ചെയ്തു. പ്രധാന കൃതികൾ: മാനസരോവർ, 8 ഭാഗങ്ങൾ, രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. ജീവിതകാലം: ജനനം 1890 ജൂലൈ 31, മരണം 1936 ഒക്ടോബർ 8. ഗുൽസാർ. വിഭാഗം: ഹിന്ദി ഗാനരചയിതാവ് എന്നതിലുപരി ഗസൽ രചയിതാവ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ്. ബഹുമതികൾ: അദ്ദേഹത്തിന് പത്മഭൂഷൺ, ഓസ്കാർ പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം, ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ജീവിതകാലം: ജനനം 1934 ഓഗസ്റ്റ് 18. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസുമായി വീണ്ടും കാണാം. ബൈ.